ഇടുക്കി മാൻകുത്തിബേട്ടിൽ കാരവാൻ പാർക്ക് നിർമ്മിക്കാൻ കയ്യേറിയ ഭൂമി കയ്യേറ്റക്കാരന് തന്നെ ലീസിന് നൽകാൻ നീക്കം. പാർക്ക് ഉടമ ഡെപ്യൂട്ടി കളക്ടർക്ക് നൽകിയ അപേക്ഷ റിപ്പോർട്ടർ ലഭിച്ചു. അപേക്ഷ തഹസിൽദാർക്ക് കൈമാറി. ഭൂമിയുടെ പട്ടയത്തിന്റെ നിജസ്ഥിതി പരിശോധിക്കാൻ കോടതിയുടെ നിർദ്ദേശം നിലനിൽക്കുന്നതിനിടെയാണ് വനംവകുപ്പിന്റെ നീക്കം. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് സന്ദീപ് രാജക്കാടാണ് വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ചേരുന്നത്. സന്ദീപ്, എന്തായാലും ഭൂമി കയ്യേറിയ ആൾക്ക് തന്നെ ആ ഭൂമി ലീസിന് നൽകാനുള്ള നീക്കമാണ് നടക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഈ കയ്യേറ്റങ്ങൾക്കും അനധികൃത നിർമ്മാണങ്ങൾക്കുമെതിരെ വലിയ രീതിയിലുള്ള നടപടികൾ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം കൂടി റവന്യൂ വകുപ്പിൽ തന്നെ നടക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അനധികൃതമായി കയ്യേറിയ ഏതാണ്ട് 40 സെന്റിലധികം ഭൂമിയാണ് ഈ മാൻകുത്തിമേട്ടിൽ കാരവാൻ പാർക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അനധികൃത കയ്യേറ്റം നടത്തിയിട്ടുള്ളത്. ആ ഭൂമി കയ്യേറിയതാണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ രേഖകൾ ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കുകയും റവന്യൂ വകുപ്പ് ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഈ ഭൂമിയെ ഒഴിപ്പിച്ച് ഏറ്റെടുക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിനുശേഷം ബോർഡ് സ്ഥാപിച്ച് ഏറ്റെടുത്തിരിക്കുന്ന ഭൂമിയിൽ ഒരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്ന കോടതിയുടെ ഉത്തരവ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് കാരവാൻ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിർത്തിവെക്കുവാൻ വേണ്ടിയിട്ടുള്ള കർശന നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. ആ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോഴും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നത്. ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത് ഒരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഒപ്പം തന്നെ പട്ടയത്തിന്റെ നിജസ്ഥിതി പരിശോധിക്കുകയും വേണം. ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് കോടതി അലക്ഷ്യ നടപടികൾ സ്വീകരിക്കും എന്നതായിരുന്നു ഏറ്റവും ഒടുവിൽ കോടതിയുടെ ഉത്തരവ് നിൽക്കുന്നത്. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇതേ ഭൂമി ലീസിന് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കാരവാൻ പാർക്ക് ഉടമ റവന്യൂ വകുപ്പിനെ സമീപിക്കുന്നത്. അതും റവന്യൂ വകുപ്പിനെ സമീപിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഇത്തരമൊരു അപേക്ഷ സമർപ്പിക്കേണ്ടത് നിയമപരമായി നോക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇത്തരം ഭൂമിയുണ്ടെങ്കിൽ, സർക്കാർ ഭൂമിയുണ്ടെങ്കിൽ ലീസിന് എടുക്കാവുന്ന നിയമം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ആ നടപടികളുമായി മുമ്പോട്ട് പോകേണ്ടത് ജില്ലാ കളക്ടർ മുഖേനയോ തഹസിൽദാർ മുഖേനയോ ആണ്. എന്നാൽ ഇദ്ദേഹം അപേക്ഷ നൽകിയിരിക്കുന്നത് ഡെപ്യൂട്ടി കളക്ടർക്കാണ്. ഡെപ്യൂട്ടി കളക്ടർ ആ അപേക്ഷ തഹസിൽദാർക്ക് ഫോർവേഡ് ചെയ്യുകയും അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാനുമാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ തഹസിൽദാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള പ്രപ്പോസൽ നൽകുവാൻ വേണ്ടി വില്ലേജ് ഓഫീസറോട് ആവശ്യപ്പെടുകയും അതാണ് നമ്മൾ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുകയും നമുക്ക് ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. നിയമ നടപടികൾ സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്നൊരു ഭൂമിയാണ്. ഒപ്പം തന്നെ കയ്യേറ്റം ഒഴിപ്പിച്ച് ഏറ്റെടുത്തിരിക്കുന്ന ഭൂമിയാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ വിവരാവകാശ മറുപടിയിൽ റവന്യൂ വകുപ്പ് നൽകുന്നു. അതേ ഭൂമി തന്നെ അതേ കയ്യേറ്റക്കാരൻ്റെ കയ്യിലേക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടൊരു നീക്കമാണ് ഇപ്പോൾ റവന്യൂ അധികൃതരുടെ ഒത്താശയോടെ നടക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് കോടതി ഉത്തരവുകൾ നിലനിൽക്കെ അത് മറികടന്നുകൊണ്ടുള്ള ഒരു നീക്കമാണ് റവന്യൂ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വഴിയരികിലിരിക്കുന്ന പെട്ടിക്കടകൾ പോലും കയ്യേറ്റം എന്ന പേരിൽ ഒഴിപ്പിച്ച് നിയമ നടപടി സ്വീകരിക്കുകയും ബോർഡ് സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ അനധികൃതമായി സർക്കാർ ഭൂമി കയ്യേറി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള നടപടികൾ കോടതിയിൽ നിലനിൽക്കുന്നു. കോടതി സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉത്തരവ് നിലനിൽക്കുന്നു. അത്തരം സാഹചര്യങ്ങൾ കോടതിയിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇത് റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ ഇടപെടലിലൂടെ രാഷ്ട്രീയ സ്വാധീനത ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ വീണ്ടും കയ്യേറ്റക്കാരനിലേക്ക് ഈ 40 സെന്റ് ഭൂമി തിരികെ എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും ഇത് സംബന്ധിച്ചുള്ള പ്രപ്പോസൽ വില്ലേജ് ഓഫീസർ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതനുസരിച്ച് ഈ ഭൂമി ലീസിന് വിട്ടു നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം ഏറെക്കുറെ അവസാന ഘട്ടത്തിലേക്ക് റവന്യൂ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ 40 സെന്റ് ഭൂമി കയ്യേറ്റമായി റവന്യൂ വകുപ്പ് കണ്ടെത്തുന്നതോടൊപ്പം തന്നെ ഈ ബാക്കിയുള്ള ഭൂമി 2.5 ഏക്കറിലധികം വരുന്ന ഭൂമിക്ക് പട്ടയമുണ്ട്. ആ പട്ടയത്തിലെ LA നമ്പറുകളും സർവേ നമ്പറുകളും വ്യത്യസ്തമായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ ഇല്ലെങ്കിൽ ഒരു സംശയം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് കോടതി ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഇത് ഈ പട്ടയത്തിന്റെ നിജസ്ഥിതി കൂടി പരിശോധിക്കണം. അത് സംബന്ധിച്ചുള്ള പരിശോധനകളും അന്വേഷണങ്ങളും റവന്യൂ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. കാരവാൻ പാർക്ക് നിർമ്മിക്കാൻ കയ്യേറിയ ഭൂമിയാണ് ഇപ്പോൾ കയ്യേറ്റക്കാരന് തന്നെ ലീസിന് നൽകാൻ നീക്കം നടത്തിയിരിക്കുന്നത്. സന്ദീപ് രാജാക്കാടാണ് വിശദാംശങ്ങൾ നൽകിയത്.